നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവരല്ല ഉന്നതരെന്നും നീതിപൂർവമായ അന്വേഷണം നടന്നാൽ മുൻ ദേവസ്വം മന്ത്രിക്കും അതിനുള്ള മുകളിലേക്കും നീങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാതിരിക്കാൻ എസ്.ഐ.ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തി. സ്വർണ്ണം വാങ്ങിയവരും സൂക്ഷിച്ചവരും വിറ്റവരും തമ്മിൽ ലിങ്കുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2024 ശബരിമലയിൽ നടന്നത് കവർച്ചാ ശ്രമമാണ്. കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കവർച്ച നടക്കാതിരുന്നതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന കോൺഗ്രസ് ആരോപണം ശരിവെക്കുന്നതാണ് പ്രതികളുടെ ജാമ്യം തള്ളിയുള്ള കോടതി ഉത്തരവ്. ഇപ്പോഴും എസ്.ഐ.ടിയിൽ അവിശ്വാസമില്ല. സംഘത്തിലുള്ളത് നല്ല ഉദ്യോഗസ്ഥരാണ്. എസ്.ഐ.ടിക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുകയാണ്. ഇ.ഡി. അന്വേഷിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണം നടത്തരുത്. ഇതുവരെ ഇ.ഡി. നടത്തിയ അന്വേഷണങ്ങളിലൊന്നും വിശ്വാസമില്ല. ഇ.ഡി. അന്വേഷിക്കേണ്ട എന്ന് പറയാനാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 47% വോട്ട് നേടുകയാണ് യു.ഡി.എഫിന്റെ ലക്ഷ്യം. CPM-നെ തോൽപ്പിക്കാനല്ല, അവർ തോറ്റെന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ശ്രമമെന്നും സന്ദേശം സിനിമ ഇപ്പോഴാണ് ഇറങ്ങിയതെങ്കിൽ പാരടി ഗാനം നിരോധിച്ചതുപോലെ നിരോധിക്കുമായിരുന്നുവെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. ഹൈക്കോടതി വിധി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. അന്വേഷണം ഉന്നതരിലേക്ക് എത്തിയിട്ടില്ല. അന്വേഷണ സംഘത്തെ സർക്കാർ നിയന്ത്രിക്കുകയാണ്. കോടതി തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയാക്കുവാൻ എസ്.ഐ.ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി നിരീക്ഷണം അങ്ങേയറ്റം ഗൗരവതരമാണ്. കോടതി മാത്രമാണ് ആശ്വാസം. അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. അന്വേഷണം സർക്കാർ നിയന്ത്രണത്തിൽ പോകുന്നത് ശരിയല്ല. കോടതി ഉദ്ദേശിച്ച ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. CPM നേതാക്കളായ പ്രതികളെ പാർട്ടി കവചമൊരുക്കി സംരക്ഷിക്കുകയാണെന്നും സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒയ്ക്ക് മുകളിൽ ആളുകളുണ്ടെന്നും അവരിലേക്ക് അന്വേഷണം നീളണമെന്നും KPCC സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനുമാണ് ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ച് പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയിൽ വെച്ചാണ്. ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനമാണെന്നാണ് എസ്.ഐ.ടി കണ്ടെത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക അറസ്റ്റാണ് എസ്.ഐ.ടി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ എസ്.ഐ.ടിക്ക് അലംഭാവമുണ്ടായെന്നും ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നതായി സംശയിക്കുന്നതായും സിംഗിൾ ബെഞ്ച് വിമർശിച്ചു. വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നും കോടതി ചോദിച്ചിരുന്നു. എൻ വാസുവിന്റെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് എസ്.ഐ.ടിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ടവർ തന്നെ അത് നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്നുവെന്നാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത്. സ്വർണം പൂശിയ മൂല്യവസ്തുക്കൾ ചെമ്പ് പാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ജാമ്യാപേക്ഷ തള്ളിയതും. ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നതരുടെ പങ്കില്ലാതെ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസർ ആണെന്നും ഇത്തരം കേസുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി.